വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ നൈസി. ആയുർവേദ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഒരുവിധം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം വേണ്ട എമർജൻസി മെഡിസിൻസ് എല്ലാം, അതായത് പനി, ജലദോഷം, തലവേദന, ഛർദി, വയറിളക്കം, ഉളുക്ക്, ചതവ് എന്നിങ്ങനെ വരുന്ന പെട്ടെന്ന് വരുന്ന അസുഖങ്ങൾക്കുള്ള മെഡിസിൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു എമർജൻസി പ്രിവെന്റീവ് മെഡിസിൻ ആണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരുന്നതിന് മുന്നേ അത് പ്രതിരോധിക്കുന്നത്. ഈയിടെ കൊണ്ട് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു വന്ന ഒരു മെഡിസിൻ ആണ് അപരാജിത ധൂപചൂർണം. ആയുർവേദ കോവിഡ് റെസ്പോൺസ് സെല്ല് ക്വാറന്റൈനിൽ ഇരിക്കുന്നവർക്കും നിരീക്ഷണത്തിലിരിക്കുന്നവർക്കും കൊടുക്കുന്ന മെഡിസിൻ കിറ്റിലെ ഒരു പ്രധാനപ്പെട്ട മെഡിസിനാണ് അപരാജിത ധൂപചൂർണം. ഈയിടെ കൊണ്ടാണ് നമ്മൾ അപരാജിത ധൂപചൂർണത്തെ പറ്റി കേട്ടു തുടങ്ങിയെങ്കിലും വാഗ്ഭടാചാര്യൻ അഷ്ടാംഗ ഹൃദയത്തിൽ ജ്വര ചികിത്സ, പനിക്കുള്ള ചികിത്സയെ പറ്റി പറയുമ്പോഴാണ് അപരാജിത ധൂപചൂർണത്തെ പറ്റി പറയുന്നത്. ഗുഗ്ഗുലു, നാൻമുഖപ്പുല്ല്, വയമ്പ്, ചെഞ്ചല്യം, ദേവദാരം, എരുക്ക്, അഖില്, വേപ്പിൻതൊലി എന്നിങ്ങനെ 8 ആയുർവേദ മരുന്നുകൾ പൊടിച്ചുണ്ടാക്കുന്നതാണ് അപരാജിത ധൂപചൂർണം. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ സന്ധ്യാസമയമാകുമ്പോൾ ഒന്ന് പുകയ്ക്കും അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് പുകയ്ക്കാനായിട്ടാണ് അപരാജിത ധൂപചൂർണം യൂസ് ചെയ്യുന്നത്. അപരാജിത ധൂപചൂർണം പുകയ്ക്കുന്നത് വഴി അന്തരീക്ഷം അണുവിമുക്തമാക്കാനും പോലെ കൊതുക്, ഈച്ച അങ്ങനെയുള്ള പ്രാണികളെ തുരത്തുവാനും വായുവിലൂടെ പകരുന്ന അസുഖങ്ങളെ ഒരു പരിധിവരെ തടയാനും സാധിക്കും. ഇപ്പൊ നമ്മൾ ഒരു ദിവസം അപരാജിത ധൂപചൂർണം പുകയ്ക്കുകയാണെങ്കിൽ 24 മണിക്കൂർ വരെ ആ സ്ഥലം ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ഇരിക്കുമെന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ 72 മണിക്കൂർ നേരത്തേക്ക് അവിടേക്ക് അധികം മൈക്രോബ്സിന്റെ വളർച്ച ഉണ്ടാവുകയില്ല. അപരാജിത ധൂപചൂർണത്തെ പറ്റി ഒരുപാട് സ്റ്റഡീസ് ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ABP അവരുടെ കഞ്ചിക്കോടുള്ള ഫാക്ടറിയിൽ 2007 ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തുകയും മൈക്രോബ്സിന്റെ വളർച്ചയെ തടയാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് അപരാജിത ധൂപചൂർണം എന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഈയിടെ നിങ്ങൾ എല്ലാവരും പത്രവാർത്തയിലൊക്കെ കണ്ടു കാണും. ഭാരതീയ ചികിത്സാ വകുപ്പ് തൃശൂർ ജില്ലയില് അന്യസംസ്ഥാന തൊഴിലാളികള് തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് അപരാജിത ധൂപചൂർണം പുകയ്ക്കുകയുണ്ടായി. അതിനുശേഷം അവരൊരു സ്റ്റഡി നടത്തുകയും ചെയ്തു. അതിൽ കാണിക്കുന്നത് 825 ബാക്ടീരിയൽ കോളൻസ് പുകയ്ക്കുന്നതിന് മുന്നേയും അതിനുശേഷം അത് 60 കുറഞ്ഞു. അതുപോലെ 825 ഫംഗസ് ഉണ്ടായിരുന്നത് പുകച്ചതിന് ശേഷം 9 കുറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ മൈക്രോബ്സിന്റെ വളർച്ച അത്ര കൂടുതലായിട്ട് കാണിച്ചതുമില്ല. അപ്പോൾ അത്ര ഇഫക്റ്റീവായിട്ട് നമുക്ക് വീടുകളിലൊക്കെ ധൂപനം ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് അപരാജിത ധൂപചൂർണം. ഇപ്പൊ നല്ല മഴയുടെ സമയമാണ്. അപ്പൊ മഴക്കാല രോഗങ്ങളെ ചെറുക്കാനും അതുപോലെ കോവിഡ് പോലുള്ള വൈറസുകളെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറന്തള്ളാനും നമുക്ക് അപരാജിത ധൂപചൂർണം യൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് വലിയ സൈഡ് ഇഫക്ട്സ് ഒന്നും ഇതുവരെ അപരാജിത ധൂപചൂർണത്തിന് കാണിച്ചിട്ടില്ല. ഇതുപോലുള്ള പാക്കറ്റ്സിൽ നിങ്ങൾക്ക് ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിലും അങ്ങാടി മരുന്ന് കടയിലൊക്കെ ഇപ്പൊ ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് പുകയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. വീടുകളിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഇത് കടകളിലും ഓഫീസിലും കമ്പനികളിലും പിന്നെ വളർത്തുമൃഗങ്ങളെയൊക്കെ വളർത്തിലെ അവിടുത്തെ ഷെഡുകളിലൊക്കെ നിങ്ങൾക്ക് ഇത് പുകയ്ക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു പുകച്ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു സാധാരണ മൺചട്ടിയിലോ കുറച്ച് കനലിട്ടതിന് ശേഷം അതിലേക്ക് ഒരു 5 ടീസ്പൂൺ വരെ അപരാജിത ധൂപചൂർണം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ പുകയാൻ തുടങ്ങും. ഈ പുക ഒരു അരമണിക്കൂറെങ്കിലും ആ റൂമിൽ തങ്ങി നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ജനലും വാതിലും ഒക്കെ അടച്ചിട്ടിട്ട് ശേഷമാണ് നമ്മളിത് പുകയ്ക്കേണ്ടത്. അങ്ങനെ പുകച്ചാൽ മാത്രമേ, കുറച്ചു നേരം പുക ആ റൂമിൽ നിന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇഫക്റ്റ് കിട്ടൂ. അപ്പോൾ നമ്മുടെ ആയുർവേദ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഒക്കെ റെഡി ആയി കഴിഞ്ഞു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിലൊക്കെ ഉള്ള വീടുകളിൽ, പ്രായമായൊരു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിൽ സ്ഥിരമായിട്ട് ഈ മെഡിസിൻസ് ഒക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ യാത്ര പോവുകയാണെങ്കിലും ഈ മെഡിസിൻസ് ഒക്കെ കയ്യിൽ കരുതുന്നതാണെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. ഏതൊരു ആയുർവേദ ഡോക്ടറെ നിങ്ങൾ വിളിച്ചു ചോദിക്കുകയാണെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു മെഡിസിൻ ആയിരിക്കും അദ്ദേഹം പറഞ്ഞു തരിക. അപ്പോൾ ആയുർവേദ ഫസ്റ്റ് എയ്ഡ് കിറ്റിന്റെ എല്ലാ മെഡിസിൻസും ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ.